നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 2-ാമത്തെ വചനം വായിക്കാം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ഒരു ചോദ്യമാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്. നാം എല്ലാവരും ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നാം നമ്മുടെ സമയവും ആരോഗ്യവും അധ്വാനവും ഒക്കെ ചെലവഴിക്കുമ്പോൾ തീർച്ചയായും നാം ഒരു റിസൾട്ട്, ഒരു ഫലം ആ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കാത്ത, ഒരു റിസൾട്ട് ലഭിക്കാത്ത ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രയത്നഫലം ചെലവിടുന്നത് എന്നുള്ള ചോദ്യം ഇസ്രായേൽ മക്കളോട് ദൈവം ചോദിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവരുടെ ആ പ്രയത്നങ്ങൾക്കൊന്നും അവരെ സംതൃപ്തരാക്കാൻ കഴിയുന്നില്ല. നിലനിൽക്കുന്ന സംതൃപ്തി നൽകാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്തിനാണ് നമ്മുടെ സമയവും അധ്വാനവും ചെലവഴിക്കുന്നത്? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇത് ദൈവം അരുളി ചെയ്ത വചനമാണ്. ജീവജലത്തിൻ്റെ ഉറവ അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് വേണം ആത്മദാഹം തീർക്കുവാൻ അവർ കടന്നു ചെല്ലേണ്ടിയിരുന്നത്. എന്നാൽ ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവർക്കൊരിക്കലും വെള്ളമില്ലാത്ത കിണറുകൾ, പൊട്ടക്കിണറുകൾ അതൊക്കെ മതങ്ങളാണ്, അതൊക്കെ മനുഷ്യൻ്റെ പാരമ്പര്യങ്ങളാണ്, അതൊക്കെ കർമാചാരങ്ങളാണ്. വെള്ളമില്ലാത്ത കിണറുകൾ എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം പരിശ്രമിച്ചാലും, എത്രമാത്രം പ്രവർത്തിച്ചാലും, എത്രമാത്രം കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്താലും ഒരിക്കലും സംതൃപ്തി തരാത്ത കാര്യങ്ങൾക്കാണ് ഇവിടെ വെള്ളമില്ലാത്ത കിണറുകൾ എന്നും പറഞ്ഞിരിക്കുന്നത്. വെള്ളമില്ലാത്ത കിണറുകൾ നമ്മുടെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളാണ്, മനുഷ്യൻ്റെ കൽപ്പനകളാണ്, മതത്തിൻ്റെ കർമാചാരങ്ങളാണ്. അതൊക്കെ മനുഷ്യൻ ചെയ്ത് കൂട്ടുകയാണ്. പക്ഷേ അവർക്ക് ഒരിക്കലും ദാഹം തീരുന്നില്ല. വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളാണ്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് തൃപ്തി തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രയത്നഫലം ചെലവാക്കുന്നത്? മതങ്ങളിൽ ആശ്രയിക്കുന്ന, പാരമ്പര്യങ്ങളിൽ, കർമാചാരങ്ങളിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ആഘോഷങ്ങളും പെരുന്നാളുകളും അതുപോലെയുള്ള നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്നുവെങ്കിലും അവന് സംതൃപ്തി ലഭിക്കുന്നില്ല. ഇതെല്ലാം ഒടുവിൽ അവനെ ഏറ്റവും ശൂന്യതാബോധം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് തള്ളിവിടുന്നത്. ഇന്നും ഇതിൻ്റെ തനിയാവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, നിങ്ങൾ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ, വില കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ, നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങളുടെ ആത്മാവിന് ജീവനുണ്ടാകേണ്ടതിന് നിങ്ങൾ കേട്ടുകൊള്ളുവീൻ. ഇതൊക്കെ നമ്മോട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സൗജന്യമായി നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നാം നമ്മുടെ സമയം
നിർജീവ പ്രവൃത്തികൾ ചെയ്യുവാൻ ചെലവഴിക്കരുത്. പ്രതിഫലം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന, ഒരിക്കലും ഒരു നിലയിലും പ്രയോജനപ്പെടില്ല എന്ന് മനസ്സിലാക്കുന്ന, മതങ്ങൾ പറയുന്ന കർമാചാരങ്ങൾ ചെയ്ത് സമയവും ആരോഗ്യവും പണവും നാം ചെലവിട്ട് ഒടുവിൽ ശൂന്യതാബോധത്തിൽ ജീവിക്കുവാൻ ഇടയാകാതെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നാം നമ്മുടെ ജീവിതം ചെലവായി പോകുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നമുക്കൊരു പ്രതിഫലം ദൈവം നൽകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്വാനങ്ങളൊന്നും വൃഥാവാകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ കൂടി നാം എല്ലാം ചെയ്യേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സഹോദരന്മാരെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നുവെന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്വാനങ്ങളൊന്നും വൃഥാവാകരുത്. നാം ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ ആയിപ്പോകരുത്. എല്ലാറ്റിനും ഒരു പ്രതിഫലം ഉണ്ടാകണം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ശരിയായ വഴിയിൽ ശരിയായ ലക്ഷ്യത്തോടെ വചനപ്രകാരം ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.